പിന്നെ അതിന്റെ അടുത്ത ദിവസം ബർത്ത്ഡേയും കൂടെ ആയിരുന്നേ, ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അതിനുശേഷം പിന്നെ ഇവര് വാട്സാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസ് അങ്ങോട്ടും ഇങ്ങോട്ടും എഡിറ്റ് ചെയ്യും, ഷെയർ ചെയ്യും, സ്റ്റാറ്റസ് ഇടുന്നതിനെ പറ്റിയുള്ള സംസാരവും കളിയും ചിരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാനും ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ട് രണ്ടുപേരുടെ. എനിക്ക് തോന്നുന്നു ഒരു 11:30 വരെ ഇവര് വാട്സാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഹാപ്പി ആയിട്ട് ഫോട്ടോസ് സ്റ്റാറ്റസ് ഇടുന്ന കാര്യങ്ങളും എല്ലാം സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് എന്തോ അവിടെ സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് സ്വന്തം ഭർത്താവ് കാരണം ജീവൻ വെടിയേണ്ട വന്ന അതുല്യ, നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും വാർത്ത കണ്ടു കഴിഞ്ഞതായിരിക്കും. ഞാൻ ഇന്ന് രാവിലെ തന്നെ ഈ ഒരു ചാനൽ വഴി ഓൾറെഡി അതുല്യയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ ഞാൻ ചെയ്തു വെച്ച വീഡിയോ ആണ്, പക്ഷേ ഇന്ന് രാവിലെയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞാൻ ഇന്നലെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്ത് രാത്രിയിൽ കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും കുറേ അപ്ഡേറ്റുകൾ ഞാൻ അറിയാനിടയായി. അതിലൊന്ന്, അതുല്യയുടെ അച്ഛനും അമ്മയും മെയിൻ സ്ട്രീം ചാനലുകളെ കണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതൊന്നും പക്ഷേ ഞാനിവിടെ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നില്ല, കാരണം നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും കണ്ടു കഴിഞ്ഞതായിരിക്കും. എന്നാൽ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടവർ സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അവർക്ക് തീരെ താല്പര്യമില്ലായിരുന്നു ഈ കല്യാണത്തിന്. ജാതകമൊക്കെ നോക്കിയപ്പോഴത്തേക്ക് രണ്ടുപേരും ഒത്തുപോവില്ല എന്ന് കണ്ടതുകൊണ്ട് തന്നെ അവർക്ക് താല്പര്യമില്ലായിരുന്നു. എന്നാൽ സതീശൻ എന്ന് പറയുന്ന അതുല്യയുടെ ഭർത്താവിൻ്റെ അമ്മ നിരന്തരം അതുല്യയുടെ വീട്ടിൽ വന്ന് അതുല്യയെ പല കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും വീണ്ടും അവരൊരു ഫോഴ്സ് ചെയ്ത് ആ ഒരു പെൺകുട്ടിയെ ഈ നാറിയുമായിട്ടുള്ള കല്യാണത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ അമ്മ എന്തിനാണ് ഫോഴ്സ് ചെയ്ത ആ പെൺകുട്ടിയെ ഇവനുമായി കല്യാണം കഴിപ്പിച്ച് വെച്ചത് എന്നുള്ള കാര്യം അന്വേഷിക്കണം. ഇവൻ ഇനി മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള ഒരുത്തനാണോ, വേറെ പെണ്ണ് അവന് കിട്ടത്തില്ല എന്ന് വിചാരിച്ചിട്ടാണോ ഈ 17 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഇവരുടെ കല്യാണം ഉറപ്പിക്കുമ്പം ഈ പെൺകുട്ടിയെ വന്ന് കണ്ട് സംസാരിച്ച് ഇവൻ്റെ തലയിലേക്ക്, അല്ലെങ്കിൽ ഇവനെ ആ പെൺകുട്ടിയുടെ തലയിലേക്ക് കെട്ടിവെച്ചത് എന്നുള്ള കാര്യം അന്വേഷിക്കണം. ഇതൊന്നാമത്തെ കാര്യം. ഇത് ഇന്നലെ അവരുടെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. ഇനിയും വേറെ കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വോയിസ് ക്ലിപ്പുകൾ ഇവരുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളെ കേൾപ്പിക്കാനുണ്ട്. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. താഴെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു ബട്ടണും കൂടെ ഇപ്പോൾ കാണാൻ പറ്റും, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ പ്രിയപ്പെട്ടവരെ, ഈ രേണുസുധിയുടെ വീഡിയോ ചെയ്യുമ്പോൾ മാത്രം എന്തുകൊണ്ട് ചാനലിലേക്ക് ഇത്രയും തള്ളിക്കയറ്റമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വാർത്തയൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോ മലയാളിയും അറിഞ്ഞിരിക്കേണ്ടതാണ്, ഓരോ അച്ഛനമ്മമാരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതൊന്നും എന്താണ് ആർക്കും കാണാൻ വലിയ താല്പര്യമില്ലാത്തത്? രേണുസുധിയുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ ആയിരങ്ങളാണ് കാണുന്നത്. നിങ്ങൾക്ക് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക് ഇടുമ്പോൾ ആർക്കും വലിയ താല്പര്യമില്ല. എന്തുകൊണ്ട്? കുറേ ആളുകൾ എന്നെപ്പോലുള്ള ഒരുപാട് ആളുകളെ കുറ്റം പറയുന്നത് കണ്ടിട്ടുണ്ട്, ഈ രേണുസുധിയെ തന്നെ. കാരണം അതേ ഇവിടെ ആളുകൾ കാണുന്നുള്ളൂ. ഇതാ ഈ ഒരു ടോപ്പിക്ക് രാവിലെ ഇട്ടതൊന്നും വളരെ കുറവാണ്. ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ ആലോചിച്ചേ, എന്തിനാണിത് ചെയ്യുന്നത്? എന്നിട്ടും ഞാനിത് ഇവിടെ കുത്തിയിരുന്ന് ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? കുറച്ച് പേരെങ്കിലും അറിയണം. ഇനിയെങ്കിലും ഇന്ന് ഈ വീഡിയോ ചെയ്യാനിരിക്കുന്നതിന് മുമ്പ് ഞാൻ TV-യിൽ കണ്ടുകൊണ്ടിരുന്നപ്പം വീണ്ടും ഒരു വാർത്ത. നമ്മുടെ നാട്ടിൽ ഒരു അമ്മ കുഞ്ഞുമായിട്ട് വെള്ളത്തിൽ ചാടി, ഭർത്താവുമായിട്ടുള്ള പ്രശ്നം. ഇങ്ങനെ നിരന്തരം നമ്മൾ അറിയാത്ത എന്തോരം വാർത്തകൾ കാണും. നിങ്ങളുടെ പെൺമക്കളുള്ള അച്ഛനമ്മമാരൊക്കെ ഇത് അറിഞ്ഞ് സ്വന്തം പെൺമക്കളെ എന്തിനാണ് നമ്മൾ ഈ 17, 18, 20, 21 വയസ്സാകുമ്പം പെൺകുട്ടികളെ തള്ളി കല്യാണം കഴിപ്പിക്കുന്ന ഇത്ര ഫോഴ്സ് ചെയ്ത്? അതൊക്കെ ഒന്ന് നിർത്തണം. ഇത് എത്ര പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് 10 പേരെ കണ്ടുള്ളെങ്കിലും 10 പേർ അറിയട്ടെ എന്ന് വിചാരിച്ച് വീണ്ടും ഇത് ചെയ്യാൻ ഇവിടെ കുത്തിയിരിക്കുന്നത്. പറ്റുമെങ്കിൽ കുറച്ച് ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിക്കാൻ ശ്രമിക്കുക. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ നിങ്ങളെ ഇവിടെ കേൾപ്പിക്കാൻ പോവാണ്. അതുല്യ, ഷാർജയിൽ മരിച്ച അതുല്യയുടെ സിസ്റ്റർ, അനിയത്തി അതുല്യയുടെ കൂടെ അവിടെ ഷാർജയിൽ ഉണ്ടായിരുന്നു. അവരും കല്യാണം കഴിച്ച അതുല്യയുടെ അനിയത്തിയായിട്ടുള്ള പെൺകുട്ടിയും അവരുടെ ഭർത്താവും ഇവരുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ആ പെൺകുട്ടിയുടെ ഭർത്താവിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് നിങ്ങളൊന്ന് കേൾക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇതിനിടയ്ക്ക് അതുല്യയുടെ വോയിസ് ക്ലിപ്പ്, അതുല്യയുടെ ചാറ്റ്, ഇതൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. നിങ്ങൾ ഇതാണ് കേട്ടിരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇത് ഞാൻ കേൾപ്പിക്കുന്നത്. ഇത് കേൾക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. കറക്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഫ്രൈഡേ, വെള്ളിയാഴ്ച വൈകുന്നേരം അതുല്യ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അതിലെ കാണാനായിട്ട്. അതിലെ കണ്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് തന്നെ, ഇന്നലെ സാറ്റർഡേ പുള്ളിക്കാരിക്ക് ജോലി ശരിയായിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്തൊരു മോളില്. അപ്പോൾ ആ ജോലിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി എന്താ പറയാ, ഈ കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സ്, ഈ പാന്റ് ഷർട്ടൊക്കെ വേണമായിരുന്നു. അപ്പൊ അങ്ങനെ അഖിലയോട് ചോദിച്ചപ്പോൾ അഖില കൊടുക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ വന്ന് അഖിലയുടെ കയ്യിൽ നിന്ന് ഡ്രസ്സൊക്കെ മേടിച്ച് കുറച്ചു നേരം ഇവിടെ ഇരുന്ന് സംസാരിച്ച്. അപ്പോഴും അഖില അതിന്റെ കുറച്ച് ദിവസം മുന്നേയും ആ വീട്ടില് ഈ പുള്ളിക്കാരൻ എന്താ പറയാ ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ട് എന്താ പറയാ അതുല്യനെ ഭയങ്കരമായിട്ട് മർദ്ദിക്കുകയൊക്കെ ചെയ്ത് ദേഹത്തും മൊത്തവും പാടും കാര്യങ്ങളായിട്ടൊക്കെ മെസ്സേജ് എല്ലാം അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു വാട്സാപ്പിൽ. അപ്പൊ അതിന്റെ ഉപദേശവും കാര്യങ്ങളും ഇപ്പൊ ജോലിക്ക് പോകുന്ന നല്ല കാര്യമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും പിന്നെ ഇവിടെ വന്നിട്ട് എന്താ പറയാ അങ്ങനെ കുറെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട്
ഇവിടുന്ന് ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എന്താ പറയാ ഹാപ്പി ആയിട്ടാ പോയത്. പിന്നെ അതിന്റെ അടുത്ത ദിവസം ബർത്ത്ഡേയും കൂടെ ആയിരുന്നേ, ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അതിനുശേഷം പിന്നെ ഇവര് വാട്സാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസ് അങ്ങോട്ടും ഇങ്ങോട്ടും എഡിറ്റ് ചെയ്യും, ഷെയർ ചെയ്യും, സ്റ്റാറ്റസ് ഇടുന്നതിനെ പറ്റിയുള്ള സംസാരവും കളിയും ചിരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാനും ഇവിടുന്ന് കേൾക്കുന്നുണ്ട് രണ്ടുപേരുടെ. എനിക്ക് തോന്നുന്നു ഒരു 11:30 വരെ ഇവര് വാട്സാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഹാപ്പി ആയിട്ട് ഫോട്ടോസ് സ്റ്റാറ്റസ് ഇടുന്ന കാര്യങ്ങളും എല്ലാം സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് എന്തോ അവിടെ സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് എന്തായിരിക്കാം അവിടെ സംഭവിച്ചത്? ഈ പെൺകുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്തതാണെന്ന് ഞാൻ വിശ്വസിക്കില്ല. ഞാൻ രാവിലെ ഇട്ട വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ പെൺകുട്ടിയുടെ ഇപ്പം ഈ സംസാരിക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ അനിയത്തിയുടെ ഭർത്താവ് വരെ പറയുന്നുണ്ട് ഒരിക്കലും ഇല്ല 11:30 വരെ അവൾ ഭയങ്കര ഹാപ്പിയാണ്. അവളുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ, പിറന്നാളായിരുന്നു ഇന്നലെ. അതിന് വേണ്ടിയിട്ട് മിനിഞ്ഞാന്ന് അനിയത്തി എടുക്ക പോയി, പിന്നെ ഇന്നലെ ജോലിക്ക് കയറണമായിരുന്നു. ബർത്ത്ഡേ പിറന്നാളിൻ്റെ അന്ന് തന്നെ പുതിയൊരു ജോലി കിട്ടി. ഇതിൻ്റെയൊക്കെ സന്തോഷത്തിലായിരുന്നു ആ പെൺകുട്ടി. അനിയത്തി എടുക്ക പോയി ആ ചെറ്റ സതീശൻ എന്ന് പറയുന്നവന് 1 രൂപ ഈ പെൺകുട്ടിക്ക് കൊടുക്കില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഒരു ഡ്രസ്സ് എടുക്കാൻ പോലും അനിയത്തി എടുക്ക പോയി അടുത്ത ദിവസം ഇട്ടുകൊണ്ട് പോകാനുള്ള ഫോർമൽസ് ഡ്രസ്സൊക്കെ മേടിച്ച് അവിടെ ഇരുന്ന് ഫോട്ടോയൊക്കെ എടുത്ത് സന്തോഷത്തോടെ വീട്ടിൽ വന്ന അനിയത്തിയും ചേച്ചിയും കൂടെയും എടുത്ത ഫോട്ടോയൊക്കെ എഡിറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചുകൊണ്ടിരുന്ന സമയം 11:30 വരെ. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഈ നാറി ഇവൻ എന്താണ് അവിടെ ചെയ്തത് നമുക്കറിയില്ല. എന്താണെങ്കിലും 3:30-4 മണിയായപ്പോൾ ഇവൻ അവിടുന്ന് രാത്രിയിൽ എന്നിട്ട് ഈ 11:30 ഈ പെൺകുട്ടി അത്രയും നേരം ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പെങ്ങളുമായിട്ട്. അതിനുശേഷം സതീഷിനുമായിട്ട് എന്ത് നടന്നു എന്ന് എനിക്കറിയില്ല. എന്തായാലും അവൻ അവിടുന്ന് അജ്മാൻ പോയി എന്ന് പറയുന്നു. 3:30-4 മണിയായപ്പോൾ ഇവൻ തിരിച്ച് വീട്ടിലും വന്നു. ഇവൻ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. കാരണം 4:30 മണിക്ക് ഈ സതീശൻ്റെ മാനേജർ, സതീശൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ മാനേജർ ഈ ഒരു നമ്മുടെ അനിയത്തിയുടെ ഭർത്താവിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഉറക്കമായിരുന്നു. ആ സമയത്ത് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ മരണം പറയാൻ. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 3 മണിക്ക് ഇവൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവൻ ഉറക്കമില്ലാതെ രാത്രിയിൽ ഈ ഷാർജ അജ്മാൻ ഓടിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ഇവൻ ഒരിക്കലും മദ്യം മാത്രമായെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്കും കഴിക്കുന്നവൻ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങത്തില്ലേടേ? ഞാനതാ ചോദിക്കുന്നത്, എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങത്തില്ലേ? ഇത് 3:30 ഇവൻ ഓണായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെങ്കിൽ എന്തെങ്കിലും കാണും. ഇനി അതുമല്ല എങ്കിൽ 11:30 വരെ, അതൊക്കെ പോട്ടെ, 11:30 വരെ സന്തോഷവതിയായിരുന്നു. ഒരിക്കലും ആത്മഹത്യയെ പറ്റി ചിന്തിക്കാനേ പേടിയായിരുന്നു ആ പെൺകുട്ടിക്ക് ആത്മഹത്യ ചെയ്യാൻ. അങ്ങനെയുള്ള ഒരു പെൺകുട്ടി, പിറന്നാൾ ദിവസം, സ്വന്തമായി ജോലിക്ക് കയറേണ്ട ദിവസം, സ്വന്തമായ ഒരു ജോലി കിട്ടിയ സന്തോഷത്തിലിരിക്കുന്ന ഒരു പെൺകുട്ടി ഒരിക്കലും അത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്ക് ബാക്കി കേൾക്കാം. പിന്നുള്ളതൊന്നും അറിയത്തില്ല. പിന്നെ നമ്മൾ കാര്യങ്ങൾ അറിയുന്നത് ഇന്നലെ രാവിലെ ഫോൺ കോളിൽ നമ്മൾ ഇത് അറിഞ്ഞിട്ടാണ് നമ്മൾ ഓടി ചെല്ലുമ്പോഴത്തേക്കും. ഈ സതീഷുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നോ ഗോകുൽ? എന്താണ് അയാൾ പറയുന്നത്? സതീഷിനെ ഞാൻ സംസാരിക്കുന്നത് ഇന്നലെ രാവിലെ ഇത് അറിഞ്ഞതിന് ശേഷം. കാരണം സതീഷിന്റെ കമ്പനിയിലുള്ള ഒരു മാനേജറാണ് എന്നെ വിളിച്ചിട്ട് അറിയിക്കുന്നത്. കാരണം എന്റെ ഫോൺ സൈലന്റ് ആയിരുന്നു രാത്രിയിൽ. അപ്പോൾ ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. സതീഷ് എന്നെ രാവിലെ ഒരു 4:30 ആ ഒരു ടൈമിൽ എന്നെ വിളിച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ കോൾ എടുത്ത് ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ഞാൻ നോക്കുമ്പോഴാണ് എന്റെ ഫോണിൽ മിസ് കോൾ കിടക്കുന്നത് കാണുന്നത്, സതീഷ് എന്നെ വിളിച്ചേക്കുന്നത്. അങ്ങനെ ഞങ്ങളിത് അറിഞ്ഞ പാടെ ഞാനും അഖിലയും കൂടെ ഞങ്ങൾ ഓടിച്ചെന്ന് അവിടെ ഞങ്ങൾ കുറച്ചടുത്ത് തന്നെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ ഇവർ താമസിക്കുന്ന അടുത്തോട്ട്, ഷാർജയിൽ തന്നെ. അവര് മുന്നേ ദുബായിലായിരുന്നു, ഇപ്പോൾ 2 മാസമാണെന്നുള്ള ഇങ്ങോട്ട് മാറിയിട്ട്. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ബോഡി ഓൾറെഡി പോലീസ് കൊണ്ടുപോയി. അവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ടുണ്ടെന്നാണ് സതീഷ് പറയുന്നത്. പിന്നെ സതീഷിനോട് ഞാൻ ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്നുള്ള ചോദിക്കുമ്പോൾ പുള്ളി പറഞ്ഞ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. രാത്രിയിൽ എന്താ പറയാ പുള്ളിയും അതുല്യം തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി. അതിൽ കൂടാതെ തന്നെ എന്താ പറയാ അടുത്ത ദിവസം ജോലിക്ക് പോകുന്നതിന് അതിലേക്ക് വണ്ടിക്കൂലി കുറച്ച് ക്യാഷ് വേണമെന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളിക്കാരന് പൈസ ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ അതുല്യ മോതിരം എന്തോ എടുത്ത് കൊടുത്തു. ഇയാളെ കൊണ്ടുപോയി രാത്രിക്ക് തന്നെ അവിടെ അടുത്തുള്ള ഏതോ കടയിൽ എന്തോ കൊണ്ട് കൊടുത്ത് കുറച്ച് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നു. അടുത്ത ദിവസത്തുള്ള വണ്ടിക്കൂലി കൊടുത്തു. അതിനുശേഷം ഇവരൊന്നും എന്തോ വഴക്കുണ്ടായി. അങ്ങനെ പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോട്ടെ ആ നാറി. സ്വന്തം ഭാര്യയെ 1.5 വർഷങ്ങൾക്ക് മുമ്പ് ദുബായിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ ഷാർജയിൽ ഭാര്യ പുതിയ ജോലിക്ക് പോകുന്നു. വണ്ടിക്കൂലിക്കുള്ള പൈസ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് ആ മാറി. നിങ്ങളൊന്ന് ആലോചിച്ചേ, ഷാർജയിൽ താമസിക്കുന്നവനാ, വണ്ടിക്കൂലിക്കുള്ള കാശ് അവൻ്റെ കയ്യിൽ ഇല്ലെന്ന്. അവൻ അന്ന് രാത്രി സുഹൃത്തുക്കളുമായി അജ്മാൻ പോകാൻ കാശുണ്ടായിരുന്നു. ബാറിൽ പോയി അടിച്ച് ഫിറ്റാവാൻ അവൻ്റെ കാശുണ്ടായിരുന്നു. ഭാര്യയ്ക്ക് അടുത്ത ദിവസം വണ്ടിക്കൂലിക്ക് കൊടുക്കാൻ കാശില്ല. അതിനുവേണ്ടി ആ പെൺകുട്ടി കയ്യിൽ കിടന്ന് മോതിരം ഊരി കൊടുത്തു. നിങ്ങളൊന്ന് ആലോചിച്ച് അവളുടെ അവസ്ഥ. പക്ഷെ ഇതൊന്നും അവളെ തളർത്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊന്നും അവളെ തളർത്താൻ സാധ്യതയില്ല. അങ്ങനെ തളരാനായിരുന്നെങ്കിൽ അവൾക്ക് നേരത്തെ തളർന്ന് അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ. പക്ഷെ അവൾ തന്നെ പറയുന്ന ഒരു വോയിസേ നിങ്ങളെ കേൾപ്പിക്കാം. അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് അവൾ പറയുന്ന വോയിസ്. അങ്ങനെയുള്ള പെൺകുട്ടി ഒരിക്കലും അവൾ ചെയ്തതാണ് എന്നെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവൻ സതീശൻ എന്ന് പറയുന്ന മോൻ, ഇവനെപ്പോലുള്ള ആളുകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിശ്വസിച്ച് ഇന്ന് പെൺമക്കളെ അച്ഛനമ്മമാർ കല്യാണം കഴിച്ചു കൊടുക്കും ആളുകൾക്ക്. വിശ്വസിക്കരുത്, ഞാനതാണ് പറയുന്നത്, വിശ്വസിക്കരുത്, ഒരിക്കലും വിശ്വസിക്കരുത്. പെൺകുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ കല്യാണം കഴിക്കട്ടെ.
എന്തിനാണ് ഫോഴ്സ് ചെയ്യുന്നത്? എന്തിൻ്റെ കാര്യം? എന്തിന്? ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ ഒരു കല്യാണം കഴിച്ച ഒരു വ്യക്തിയെ കല്യാണം കഴിക്കാത്ത, ഇപ്പോൾ ഒരു പെൺകുട്ടി അവൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നു, ചിലപ്പോൾ അയാൾ ഒരു കല്യാണം കഴിച്ച് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. കെട്ടിച്ച് പോട്ടെ, കെട്ടിച്ച് കൊടുക്കുക, അവർ ജീവിക്കട്ടെ, ചിലപ്പോൾ അവിടെ ആയിരിക്കും സന്തോഷം കിട്ടുന്നത്. ഇല്ലെങ്കിൽ ഒരു സ്ത്രീ അവർ കല്യാണം കഴിച്ച് ഡൈവോഴ്സായ ഒരു കുഞ്ഞൊക്കെ ഉണ്ട്, ഒരാൾക്ക് ചിലപ്പോൾ അയാളോട് ഇപ്പം ഒരു പയ്യന് അവന് ചിലപ്പോൾ കല്യാണം കഴിച്ച് കാണത്തില്ല, അവന് ചിലപ്പോൾ ആ പെൺകുട്ടിയായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ അവർക്ക് കല്യാണം കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ കെട്ടിച്ച് വിടുക. ഞാൻ അങ്ങനെ പറയുള്ളൂ. സമാധാനമായിട്ട് ജീവിച്ചാൽ പോരെ. നിങ്ങൾക്കുണ്ടാവുന്ന എല്ലാ പ്രിയപ്പെട്ട ആളുകളോടുമാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്കുണ്ടാവുന്ന മക്കൾ അവർ മുന്നോട്ടുള്ള ജീവിതം സമാധാനത്തിൽ ജീവിച്ചാൽ പോരെ. അല്ലാതെ നാട്ടുകാരെ കാണിക്കാൻ കൊമ്പത്തൂന്ന് കെട്ടിച്ചിട്ടൊക്കെ അവരുടെ ജീവിതം ഇല്ലാതാക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? സമാധാനമായിട്ട് ജീവിക്കട്ടെ, ആരുടെ കൂടെയാണെങ്കിലും. ഞാൻ അതേ പറയുള്ളൂ. നമുക്ക് ബാക്കി കുറച്ചും കൂടെ ഒന്ന് കേൾക്കാം. ഇറങ്ങിപ്പോയെന്ന് പറയുന്നത് അജ്മാനില് എവിടെയോ ഏതോ ഫ്രണ്ട്സായിട്ട് ബാറിലെന്തോ പോയി. ബാറിൽ പോയിട്ട് വെളുപ്പിനെ തിരിച്ച് ഒരു 3:30-4 മണി സമയത്ത് ഇയാൾ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ എന്താ പറയാ ഈ സിറ്റുവേഷൻ കാണുന്നത്, അതില്ല മരിച്ച് തൂങ്ങി നിൽക്കുന്നത് കാണുന്നതാണ് പുള്ളി എന്നോട് പറഞ്ഞ കാര്യം. അപ്പൊ അങ്ങനെയാണ് പുള്ളി പറയുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഉപദ്രവമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ ഗോകുൽ. നിങ്ങൾ കേസ് ഒന്നും കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു അവിടെ? എപ്പോഴും എന്താ പറയാ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ട് അതിൽ ഭയങ്കരമായിട്ട് വർദ്ധിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് നിരന്തരമായിട്ട്. അതുകൊണ്ട് നമ്മള് വീട്ടിൽ നിന്നായാലും അഖിലായാലും നമ്മള് മാക്സിമം നമ്മള് ഫോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇവിടുന്ന് നാട്ടിൽ കുഞ്ഞുണ്ട്, നാട്ടില് മോള് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 10 വയസ്സായി, നാട്ടിൽ പോയിട്ട് അല്ലാതെ ഇവിടെ നിന്ന് ഇങ്ങനെ പുള്ളിക്കാരന്റെ ഈ മർദ്ദനമൊക്കെ കിട്ടി ഇങ്ങനെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ പുള്ളിക്കാരി ഭയങ്കര സോഫ്റ്റ് കോൺട്രായിട്ട് ഇല്ല ശരിയാവും കുഴപ്പമില്ല, എന്റെ കൊച്ചിന്റെ അച്ഛനല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു. നാളെയായാലും മാറും കുഴപ്പമില്ല എന്നും പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരൻ ഒരിക്കലും അങ്ങനെ മാറുന്നൊരു ടൈപ്പൊന്നുമില്ല. കാരണം വർഷങ്ങളായിട്ട് നമ്മളിത് കണ്ടുവരുന്നതാണ് ഈ ഒരു സിറ്റുവേഷൻ, പുള്ളിയുടെ ഈ ഒരു വല്ലാത്തൊരു സ്വഭാവം. സ്വന്തം കുഞ്ഞിൻ്റെ അച്ഛനല്ലേ എന്നുള്ളൊരു വില അല്ലെങ്കിൽ ഒരു സഹതാപം ഈ പെൺകുട്ടിക്ക് ആ നാറിയോടുണ്ടായിരുന്നു. അതാണ് ആ പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതെയാക്കിയത്. നാട്ടിലൊക്കെ കേസുണ്ടായിരുന്നു, അതൊക്കെ ഒത്തുതീർപ്പാക്കിയിട്ടാണ് അങ്ങോട്ട് പോയത്. അവിടെ ചെന്നപ്പോഴും ഏകദേശം ഞാൻ അറിഞ്ഞത് 2 തവണയോളം ദുബായിൽ വെച്ച പെൺകുട്ടി ഒരു പ്രാവശ്യം പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് എത്താറായപ്പോഴത്തേക്ക് ഇവൻ കൈയും കാലും ഒക്കെ പിടിച്ച് ലാസ്റ്റ് അവൾ വേണ്ട എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. ഷാർജയിൽ വെച്ച് ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷാർജ പോലീസ് താമസിക്കുന്ന ഇവരവിടെ വന്നിട്ട് കുറച്ചേ ആവുന്നുണ്ടായിരുന്നുള്ളൂ, 1 മാസം എന്തോ ആയുള്ളൂ. ഈ 1 മാസത്തിനിടയ്ക്ക് തന്നെ അവൾ പോലീസിനെ വിളിച്ചു ഇവൻ്റെ ഉപദ്രവം കാരണം. വിളിച്ചപ്പോഴത്തേക്ക് എന്താണ് ഈ ബിൽഡിങ്ങിൻ്റെ നമ്പറൊക്കെ ചോദിച്ചപ്പോൾ ആ പെൺകുട്ടിക്ക് അറിയാതെ അത് വന്നില്ല, പോലീസുകാർ വേറെ വഴിക്ക് പോയി. മനസ്സിലായില്ലേ? 2 തവണ അവിടെ വെച്ചും അവൾ വിളിച്ചതാണ്. അവളുടെ സമയമായി, അല്ലെങ്കിൽ അവളുടെ സമയത്തിലേക്ക് അവൻ നേരത്തെ തള്ളി എത്തിച്ചു, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനിയും ഇതുപോലൊരു കേസ് ഉണ്ടാവരുത് എന്ന് ഓരോ കേസ് കഴിയുമ്പോഴും ഇതുപോലുള്ള ഓരോ വിഷയങ്ങൾ കാണുമ്പോഴും ഞാൻ പറയാറുള്ളതാണ്. പക്ഷേ വീണ്ടും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കണമെങ്കിൽ പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ തന്നെ ചിന്തിക്കണം. മക്കളുടെ ഇഷ്ടം നോക്കി കെട്ടിക്കുക. പോകുന്ന വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ആ മക്കൾ അവിടെ എത്രയൊക്കെ കടിച്ചു പിടിച്ച് നിൽക്കാമെന്ന് അവർ പറഞ്ഞാലും നിർത്തിക്കരുതേ, വിളിച്ച് വീട്ടിൽ കൊണ്ടുവരണേ. അതായിരിക്കും ജീവിതകാലം മൊത്തം നിങ്ങൾക്ക് ആ കുട്ടികളെ കണ്ടിരിക്കണമെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും ഈ നമ്മുടെ അതുല്യയുടെ ഒരു വോയിസ് ഉണ്ട്, ജസ്റ്റ് കുറച്ച് മിനിറ്റ് കുറച്ച് സെക്കൻഡ്സ് മാത്രമുള്ള. അതിനകത്ത് ആ പെൺകുട്ടി പറയുന്നൊരു കാര്യം, അത് കേൾപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളെ ഇത് കേൾപ്പിക്കുന്നത്. ഒന്ന് കേട്ടോ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഇന്നലെ നീ വിളിച്ചു വെച്ചതിന് ശേഷം ഞാൻ അമ്മയെ വിളിച്ചിടി. അയാളെ ഉറങ്ങാനായിട്ട് കിടന്നു. ഞാൻ പറഞ്ഞില്ല ഞാൻ അടുത്ത് മിണ്ടാത്തൊന്നുമില്ലായിരുന്നു, ഞാൻ താഴെ കിടക്കുമായിരുന്നു. അമ്മ ഞാൻ പുതപ്പ് മൂടിയ സംസാരിച്ച അമ്മയെടുത്ത് നീ പോയ കാര്യങ്ങളൊക്കെ അതിനാണ് ചവിട്ടി കൂട്ടി തന്നെ ഡിസ്റ്റർബൻസ് ആണ് ഉറങ്ങുന്നതിനെന്നും പറഞ്ഞു. എനിക്ക് വയ്യാടി, അനങ്ങാൻ വയ്യ, വയറെല്ലാം ചവിട്ടി സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ കാണിച്ചിട്ട് അയാളുടെ കൂടെ തന്നെ അയാളുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. പറ്റുന്നില്ലടി, സൂയിസൈഡ് ചെയ്യാൻ പോലുള്ള ധൈര്യമില്ല എനിക്ക്. ആ പെൺകുട്ടിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം അമ്മയെ വിളിക്കുന്നത് രാത്രിയിൽ ഭർത്താവ് ഉറങ്ങിയതിന് ശേഷം പുതപ്പിനടിയിൽ കയറിയിരുന്നത്, ഏതാണ്ട് കാമുകനെ വിളിക്കുന്ന പോലെയാണ് സ്വന്തം അമ്മയെ വിളിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് ആലോചിച്ച്. എല്ലാം പോട്ടെ, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇവനെതിരെ ഇവിടെ ചവറയിലോ എന്തോ കേസ് എടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. പറ്റുമെങ്കിൽ ആരൊക്കെ ഇതിനകത്ത് ഇടപെടാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ആരെങ്കിലുമൊക്കെ ഇടപെട്ടിട്ട് ഇവനെതിരെയുള്ള കേസ് അത് ഷാർജയിൽ തന്നെ എടുക്കണം. ഇവനെ അവിടെ പൂട്ടണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, ഇവനെ അവിടെ പൂട്ടണം. ഇവനെ ഇവിടെ അല്ല പൂട്ടണ്ടേ. ഇവിടെ പൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ പരനാല് കുറച്ച് കഴിയുമ്പോൾ പുട്ടുപോലെ ഇറങ്ങിപ്പോരും. അവിടെ കിടക്കണോ ഇവൻ, അവിടെ ഇവനെ അനുഭവിക്കണം.
ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എന്താണെങ്കിലും പറയാതെ പോകരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. രേണുവിനെ പറ്റി മാത്രം അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നാട്ടിൽ നടക്കുന്നതെന്ന് അറിയാൻ ശ്രമിക്കുക. എനിക്ക് താല്പര്യമുണ്ട് നിങ്ങളെ അറിയിക്കാൻ. പലർക്കും താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ്. അത്രയും പറയാനുള്ളൂ.